ഓക്കെ, ഹിയർ വി ഡിസ്കസ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് എഫക്ട്സ്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ഷൻ ആണ് ട്രാൻസ്മിറ്റഡ് ത്രൂ ചെയിൻസ് ആൻഡ് അത് ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ആയിരിക്കാം ഇലക്ട്രോൺ ഡൊണേറ്റിങ്ങും ആയിരിക്കാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്രൂപ്പ് അറ്റാക്കിങ് ദ മോളിക്യൂൾ. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് ആണ്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, മൈനസ് ഐ എഫക്റ്റും പ്ലസ് ഐ എഫക്റ്റും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് പ്ലസ് ഐ എഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഡിഫറൻസ് ഇൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ടു അൺലൈക്ക് ആറ്റം ജോയിൻഡ് ബൈ കോവലന്റ് ബോണ്ട് ഇൻഡ്യൂസ് എ പെർമനന്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ മോളിക്യൂൾ. ആ ഒരു ഡൈപോൾ മൊമെൻറ്റ് മോളിക്യൂൾ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാക്കും. ദിസ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് പൊളാരിറ്റി ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് എ മോളിക്യൂൾ ഇസ് കാൾഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതൊരു പെർമനന്റ് എഫക്റ്റ് ആണ്. പിന്നെ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ എഫക്റ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്തോറും എന്താണ് മൈനസ് ഐ എഫക്റ്റ് കൂടും. ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ് അറ്റാക്ക് ചെയ്യുമെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. പ്ലസ് ഐ എഫക്റ്റിൻ്റെതാണ് ഒ നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ സി ഒ മൈനസ് ഗ്രേറ്റർ ദാൻ സി എച്ച് 3 ത്രൈസ് സി ഗ്രേറ്റർ ദാൻ സി എച്ച് 2 ട്വൈസ് സി എച്ച് ഗ്രേറ്റർ ദാൻ അങ്ങനെ പോകുന്നത്. ഇതിൽ aromatic ringsൽ due to extended conjugation it spread many carbon atoms and is in the order ortho meta para position. aromatic കാർബണിൽ അതായത് ബെൻസിൻ പോലത്തെ റിങ്സിലൊക്കെ എന്താണ് കോൺജുഗേഷൻ ഉണ്ട്, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ട്, ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര പൊസിഷൻ ആണ്. ഇനി ഇൻഡക്റ്റീവ് എഫക്റ്റ് എങ്ങനെയാണ് അസിഡിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അസിഡിറ്റി എന്ന് നമുക്കറിയാം കെ എ വാല്യൂ ഹൈ ആയിരിക്കും, പി കെ എ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ പി കെ വാല്യൂ കുറയുമ്പോൾ ഗ്രേറ്റർ വിൽ ബി ദ കെ എ വാല്യൂ ആൻഡ് സ്ട്രോങ്ങർ വിൽ ബി ദ ആസിഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർ സി ഒ ഒഴിച്ച് അതിൻ്റെ അയണൈസേഷൻ നടന്നാൽ ആർ സി ഒ മൈനസും എച്ച് പ്ലസും ആകും. അപ്പോൾ ഇതിൻ്റെ കെ എ വാല്യൂ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ സി ഒ ഇൻറ്റു എച്ച് പ്ലസ് ഡിവൈഡഡ് ബൈ ആർ സി ഒ എച്ച് ആണ്. അപ്പോൾ പി കെ വാല്യൂ മൈനസ് ലോഗ് കെ ആണ്. ഇനി മൈനസ് ഐ എഫക്റ്റ് എന്ത് ചെയ്യും, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം അവിടെ എച്ച് പ്ലസ് അയോൺസിനെ റിമൂവ് ചെയ്യലാണത്, പെട്ടെന്ന് റിമൂവ് ചെയ്യും. പക്ഷേ പ്ലസ് ഐ എഫക്റ്റ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അസിഡിറ്റി കുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി പി കെ വാല്യൂ ഒക്കെ മോളിക്യൂൾസിന് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആണെങ്കിൽ 4.80 ആണ്. അതുപോലെ FCH2COH ആണെങ്കിൽ 2.66 ആണ്. HCOH ആണെങ്കിൽ 3.77 ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അസിഡിറ്റീൻ്റെ ഓർഡറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ക്ലോറോ അസിറ്റിക് ആസിഡ് അത് ഗ്രേറ്റർ ദാൻ, അതായത് ഇവിടെ ക്ലോറിനിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ക്ലോറിന്. അതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആയിരിക്കും, അതിന് അസിഡിറ്റി കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദാൻ CH3 വന്നപ്പോൾ അത് കുറവാണ്, കാരണം CH3 ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അസിഡിക് സ്ട്രെങ്ത് ഡിക്രീസ് ഇൻക്രീസ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. COH ആണ് അസിഡിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ ഏതാണോ അടുത്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അസിഡിറ്റി കൂട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് COH ഗ്രൂപ്പിൽ നിന്ന് ദൂരെ പോകും തോറും എന്ത് ചെയ്യും, അസിഡിറ്റി കുറയും. അതിന് എക്സാമ്പിളാണ് CH3COH ഈസ് എന്താണ് ലെസ് ദാൻ CH2COH. മലോണിക് ആസിഡ് ഈസ് ഗ്രേറ്റർ ദാൻ CH3COH. കാരണം മലോണിക് ആസിഡിൽ രണ്ട് സൈഡിലും COH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് മോർ അസിഡിക് ആയിരിക്കും ഡ്യൂ ടു മൈനസ് ഐ എഫക്റ്റ് ഓഫ് COH. പിന്നെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് ആസിഡ് കമ്പയർ ചെയ്യണമെങ്കിൽ റിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യണം. ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ, ആൽക്കലി ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ സൈഡ് ചെയിനിനെ, സോൾവേഷനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അസിഡിറ്റി ഓഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ അരോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസാണ് പറഞ്ഞിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ബൈ വിനൈൽ ഓർ ഫിനൈൽ ഗ്രൂപ്പ് ഇൻക്രീസ് അസിഡിറ്റി ഡ്യൂ ടു മൈനസ് ഐ എഫക്റ്റ് ഓഫ് ഗ്രൂപ്പ്. മൈനസ് ഐ എഫക്റ്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഫിനൈൽ ഗ്രൂപ്പിൽ. പിന്നെ ബെൻസോയിക് ആസിഡ് ഈസ് വീക്ക് ആസിഡ് ആൻഡ് ഫോമിക് ആസിഡ്, അത് മൈനസ് ഐ എഫക്റ്റിന് കാരണമാണ്. ദെൻ ഇൻഡക്റ്റീവ് എഫക്റ്റും ബേസിസിറ്റിയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്.
ഇലക്ട്രോൺ വിഡ്രോയും പ്ലസ് ഐ എഫക്റ്റ് എന്ത് ചെയ്യും, ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യും. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. കാരണം നേരത്തെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റിയാണ് കൂടുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് മൈനസ് ഐ എഫക്റ്റ് എന്ത് ചെയ്യുന്നത്, ബേസിസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ബേസിസിറ്റി ഓർഡർ ഇൻ ഗ്യാസ് ഫേസ് എന്ന് പറഞ്ഞാൽ R3N ഗ്രേറ്റർ ദാൻ R2NH. അതായത് അമൈൻസിൻ്റെ എണ്ണം കൂടും തോറും എന്താണ്, ഇത് ബേസിസിറ്റി കൂടുന്നുണ്ട്. സൊല്യൂഷൻ ഫേസിലാണെങ്കിൽ R2NH ഈസ് ഗ്രേറ്റർ ദാൻ RNH2 ഈസ് ഗ്രേറ്റർ ദാൻ R3N. പിന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റിയാക്ടിവിറ്റി. RX അതായത് ഹാലോജനുള്ള ഗ്രൂപ്പ് മോർ റിയാക്റ്റീവ് ദാൻ RH ഡ്യൂ ടു മൈനസ് ഐ എഫക്റ്റ് ഓഫ് എക്സ്. അതായത് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഹാലോജനാണ്. അപ്പോൾ ഹാലോജനൊരു മൈനസ് ഐ എഫക്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇത് മോർ റിയാക്റ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫീൽഡ് എഫക്റ്റ് നമ്മൾ ബോണ്ടിലൂടെ അല്ല നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യണത്. ഫീൽഡ് എഫക്റ്റ് സ്പേസിലൂടെയാണ്, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറയണത്. പിന്നെ ഇതിൽ ചില കേസിൽ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിനെയും ഫീൽഡ് എഫക്റ്റിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല. വിച്ച് മീൻസ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം രണ്ടും സംഭവം സെയിം ആണ്. പക്ഷേ ഫീൽഡ് എഫക്റ്റ് ആണെങ്കിൽ സ്പേസിലൂടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണെങ്കിൽ ബോണ്ടിലൂടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഈ രണ്ട് കോമ്പൗണ്ട് നോക്കാം. ഇതിൽ പ്ലസ് ഐ എഫക്റ്റ് ഓഫ് ക്ലോറിൻ ഈസ് സെയിം ഇൻ ബോത്ത്, ബട്ട് ദ ഫീൽഡ് എഫക്റ്റ് ഈസ് ഡിഫറൻസ് ബിക്കോസ് ക്ലോറിൻ ആറ്റം ഈസ് ഇൻ സ്പേസ് ഇസ് ക്ലോസ് ടു COH ഗ്രൂപ്പ് ഇൻ 1. എന്താണ്, ക്ലോറിൻ ആറ്റവും COH ഗ്രൂപ്പും നല്ല അടുത്താണ് രണ്ടാമത്തെ ഗ്രൂപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് ദ അസിഡിറ്റി ഇൻ ഫോളോയിങ് മാനർ. അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് നടക്കുന്നത്. ഈ ക്ലോറിൻ ആറ്റവും ഹൈഡ്രജനും തമ്മിൽ അവിടെ ഒരു ഫീൽഡ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ബെൻസീൻ റിങ്ങുമ്മൽ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഈ ഫസ്റ്റ് മോളിക്യൂളിൽ പോളറൈസേഷൻ ഓഫ് OH ബോണ്ട് റെഡ്യൂസ്ഡ് ബൈ ഫീൽഡ് എഫക്റ്റ്. കാരണം അവിടെ OH ബോണ്ട് എന്ത് ചെയ്യുന്നില്ല, ഫീൽഡ് എഫക്റ്റ് കാരണം പോളറൈസേഷൻ കുറവാണ്. ദാറ്റ്സ് ഡിക്രീസിങ് അസിഡിറ്റി. അപ്പം ഈ ഒരു മോളിക്യൂളിൻ്റെ അസിഡിറ്റി എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. ഹെൻസ് ഹിയർ ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഫീൽഡ് എഫക്റ്റ് ഓപ്പറേറ്റ് ഇൻ സെയിം ഡയറക്ഷനിൽ. എന്താണ്, ഇൻഡക്റ്റീവ് എഫക്റ്റും ഫീൽഡ് എഫക്റ്റും നടക്കുന്നത് സെയിം ഡയറക്ഷനിലാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല, OH ബോണ്ടിൻ്റെ പോളറൈസേഷന് ഈ ഫീൽഡ് എഫക്റ്റ് കാരണം കുറയുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിലാണ് ഫീൽഡ് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും നടന്നിട്ടുള്ളത്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു ഇതിനാണ് എക്സാമ്പിളാണ് ഓർത്തോ ഹാലോയിക് ആസിഡ്. ഇതിൽ എന്താണ്, ഹാലോജൻ XH എന്ന് പറഞ്ഞ ഹാലോജൻ ഗ്രൂപ്പ് ഉണ്ട്. എന്താണ്, ഡ്യൂ ടു ആൽഫ ഹാലോജൻ ദർ എക്സിസ്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് വിച്ച് ഈസ് ആസിഡ് സ്ട്രെങ്തനിങ്. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നാണ് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്, ഫീൽഡ് എഫക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ആസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐ എഫക്റ്റിനേക്കാൾ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കോമ്പൗണ്ട് ഈസ് ലെസ് അസിഡിക് ആണ്. ബിക്കോസ് ആസിഡ് വീക്കനിങ് ഫീൽഡ് എഫക്റ്റ് എന്ത് ചെയ്യും, ഓവർ വെയ്റ്റ് ദ ആസിഡ് സ്ട്രെങ്തനിങ് ഐ എഫക്റ്റ്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ലെസ് അസിഡിക് ആയിരിക്കും. സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഇൻഡക്റ്റോമെറിക് എഫക്റ്റ്. ഇൻഡക്റ്റോമെറിക് എഫക്റ്റ് ഒരു ടെമ്പററി എഫക്റ്റാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാക്കിംഗ് സ്പീഷീസ് എന്ത് ചെയ്യുക, അറ്റാക്കിംഗ് സ്പീഷീസിൻ്റെ അപ്രോച്ചിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, ടെമ്പററി ഇൻക്രീസ് ചെയ്യുക. സച്ച് എ ടെമ്പററി എഫക്റ്റ് ഈസ് കാൾഡ് ഇൻഡക്റ്റോമെറിക് എഫക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH3NO2 അതിലേക്കൊരു OH- എന്ന് പറയുന്ന സ്പീഷീസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ H2O മോളിക്യൂൾ റിമൂവ് ആയി പോയിട്ട് CH3 ഉള്ളത് CH2- ആവുന്നുണ്ട്. Minus I effect increased by approach of negatively charged ion and plus I effect is increased by approach of positively charged ion. അതായത് മൈനസ് ഐ എഫക്റ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ വരുമ്പോഴാണ് മൈനസ് ഐ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. പ്ലസ് ഐ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ വരുമ്പോഴാണ്. നെക്സ്റ്റ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. അതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. വിച്ച് ഓപ്പറേഷൻ റിയാക്ഷൻ ഇൻവോൾവിംഗ് മോളിക്യൂൾ വിത്ത് ഡബിൾ ബോണ്ട് ഓർ triple bond under the influence of attacking reagent. The multiple bond break and the electron shift towards the more electronegative atom. അതായത്
ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിലാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നത്. ഇത് ടെമ്പററി എഫക്റ്റ് ആണ്. ഇതെങ്ങനെ നടക്കുന്നത് വെച്ചാൽ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഇലക്ട്രോൺസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഏതാണോ അതിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് ആ ഒരു ടെമ്പററി റിയാക്ഷനാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എ ഡബിൾ ബോണ്ട് ബി. അത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എ പ്ലസും ബി മൈനസും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പോയതാണത്. പിന്നെ ആസ് സൂൺ ആസ് അറ്റാക്കിംഗ് റിയേജൻറ്റ് ഈസ് വിഡ്രോൺ ദ പോളറൈസ്ഡ് മോളിക്യൂൾ കം ബാക്ക് ഇൻ ടു ദ ഒറിജിനൽ പൊസിഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ CO-ൻ്റെ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് CN-നോട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ വാലൻസി കാർബണിൻ്റെ വാലൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പോകും. അപ്പോൾ CO- ആയി മാറും. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലസ് ഈ എഫക്റ്റ് ഉണ്ട്, മൈനസ് ഈ എഫക്റ്റ് ഉണ്ട്. പ്ലസ് ഈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഇവിടുന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് പൈ ബോണ്ടിൽ നിന്ന്, ടേക്ക് പ്ലേസ് ടുവാർഡ്സ് അറ്റാക്കിംഗ് റിയേജൻറ്റ്. അറ്റാക്കിംഗ് റിയേജൻ്റെ അടുത്തേക്കാണ് എന്ത് ചെയ്യുക റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് നമുക്ക് പ്ലസ് ഈ എഫക്റ്റ് എന്ന് പറയാം. വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് എവേ ഫ്രം ദ അറ്റാക്കിംഗ് റിയേജൻ്റ് ആണെങ്കിൽ നമുക്ക് മൈനസ് ഈ എഫക്റ്റ് എന്നും പറയാം. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ടു സിമിലർ ആറ്റം ദി ഇലക്ട്രോമെറിക് എഫക്റ്റ് ടേക്ക് പ്ലേസ് ഇൻ എനി ഡയറക്ഷൻ. അതായത് രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പും സെയിം ആണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലും ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കാൻ. CH2 ഡബിൾ ബോണ്ട് CH2 അതെന്താവാം, CH2 പ്ലസ് CH2 മൈനസും ആവാം, CH2 മൈനസ് CH2 പ്ലസും ആവാം. അതായത് പാർഷ്യൽ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡക്ടോമെറിക് എഫക്റ്റ്. അതായത് ഇൻഡക്ടോമെറിക് എഫക്റ്റ് ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോമെറിക് എഫക്റ്റും ഓൾവേസ് നടക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് മീസോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ്. അതെന്താണ്, ഒരു പെർമനൻറ്റ് റിയാക്ഷനാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു പെർമനൻറ്റ് പോളറൈസേഷൻ കോസ് ചെയ്യുന്നുണ്ട്. ഇത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഈസോമെറിക് എഫക്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് പെർമനൻറ്റ് എഫക്റ്റ് ആണ് ദാറ്റ് അറൈസസ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ഫ്രം എ മൾട്ടിപ്പിൾ ബോണ്ട് ടു എൻ ആറ്റം. ഒരു മൾട്ടിപ്പിൾ ബോണ്ടിൽ നിന്ന് പൈ ഇലക്ട്രോണ് ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ബോണ്ട് ടു സിംഗിൾ കോവലന്റ് ബോണ്ട് അല്ലെങ്കിൽ കോവലന്റ് ബോണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ലോൺ പെയറുള്ള ഒരു ആറ്റത്തിൽ നിന്ന് അതിൻ്റെ അഡ്ജസൻറ്റ് ബോണ്ടിലേക്കൊക്കെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മീസോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതും രണ്ടെണ്ണം ഉണ്ട്, പ്ലസ് എമ്മും മൈനസ് എമ്മും ഉണ്ട്. പ്ലസ് എം എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഹാവിങ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെൻ പ്രസൻറ്റ് adjacent to a multiple bond will cause an electron displacement away from themselves. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, C ഡബിൾ ബോണ്ട് C ആണ്. അപ്പോൾ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് CX ലോൺ പെയർ, എക്സ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഇതാണ്, ഹാലോജൻ ആണ്. അപ്പോൾ ഇത് അതിൻ്റെ ലോൺ പെയർ പ്രസൻ്റ് ആണല്ലോ. അപ്പോൾ ലോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് C ഡബിൾ ബോണ്ട് എക്സ് ആയിട്ട് നിൽക്കും. ഗ്രൂപ്പ്സ് ഷോയിങ് പ്ലസ് എം എഫക്റ്റ് ആർ ഹാലോജൻ. പ്ലസ് എം എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാലോജന്, OH, OR, SR, NH2 അമൈൻ ഗ്രൂപ്പ് അതൊക്കെയാണ്. മൈനസ് എം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഈസ് സെഡ് ടു ഹാവ് മൈനസ് എം എഫക്റ്റ് ഇഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓക്കർ ടുവാർഡ്സ് ഈസ് വെൻ അറ്റാച്ച്ഡ് അഡ്ജസൻറ്റ് ടു എ മൾട്ടിപ്പിൾ ബോണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ സിംഗിൾ ബോണ്ട്, കാർബൺ ഡബിൾ ബോണ്ട് Y. അപ്പോൾ ഡബിൾ ബോണ്ടിൽ എന്ത് ചെയ്യും, പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടിലേക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു കാർബോകാറ്റയൺ ഫോം ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് Yയിൽ ഡബിൾ ബോണ്ട് Yയിലേക്ക് പോകുമ്പോൾ Y മൈനസ് ആവും. ഇനി മൈനസ് എം എഫക്റ്റ് കാണിക്കണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CN, CO, COH, NO2 അതൊക്കെയാണ്. പ്ലസ് എം എഫക്റ്റ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് O ആൻഡ് P പൊസിഷൻ. അതായത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി പ്ലസ് എം എഫക്റ്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ അരോമാറ്റിക് റിങ്ങിൻ്റെ കേസാണ് ഇവിടെ പറയണത്. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഡ്യൂ ടു റെസണൻസ് ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ഓർത്തോ ആൻഡ് പാരാ. സോ പ്ലസ് എം എഫക്റ്റ് ആർ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്.
ആൻഡ് മൈനസ് എം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. കാരണം പ്ലസ് എം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോ ഗ്രൂപ്പിനെ പാരാ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് മെറ്റയിലെ എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലസ് എം എഫക്റ്റ് ഈസ് പ്രിഫേർഡ് ടു ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് മൈനസ് എം എഫക്റ്റ് ഈസ് ടുവാർഡ്സ് ഡയറക്ഷൻ ഓഫ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്.